ഹലോ അമിഗോസ്, ഇപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീണ്ടും മെക്സിക്കോയിലെത്തി. ഇപ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ അമ്മയും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മെക്സിക്കോ സിറ്റിയൊക്കെ ഒന്ന് കാണാനായിട്ട് വന്നതാണ്. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ 2 ഫ്രണ്ട്സും ഉണ്ട്, സായി, ലക്ഷ്മി. ഇഷു ബേബി ഇപ്പോൾ പതുക്കെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കൈ പിടിച്ചിട്ട്. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നിലത്ത് വിടുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ദിവസം കാണാൻ വന്നിരിക്കുന്നത് ഇവിടെയുള്ള ചപുൾത്തെപക് എന്ന് പറയുന്നൊരു കാസിലാണ്. ഇത് 1785 മെക്സിക്കോയിൽ സ്പെയിൻ്റെ ഭരണകാലത്ത് പണി കഴിപ്പിച്ചൊരു കാസിലാണ്. അപ്പോൾ ഇത് ഒരുപാട് ഏക്കറോളം സ്ഥലമുണ്ട്. അപ്പോൾ അതിനുള്ളിൽ തന്നെ സൈക്കിൾ റാലി നടക്കുന്നുണ്ടായിരുന്നു. ഇതിനുള്ളിൽ മ്യൂസിയം ഉണ്ട്, ഒരു ലേക്കുണ്ട്, പിന്നെ സൂ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അതിൽ. അപ്പോൾ ഞങ്ങൾ പോയ വഴിക്ക് നല്ലൊരു ഫ്രെയിം കണ്ടപ്പോൾ കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് ഓർത്ത് കുറച്ച് ഫോട്ടോ എടുത്തു. പിന്നെയും കുറച്ചുകൂടെ അങ്ങ് നടന്നപ്പം നല്ലൊരു പട്ടിയെ കണ്ടു. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. ഒരു ആട് പോലെ ഇരിക്കുന്നൊരു പട്ടി. ഇവിടെയുള്ളവർക്ക് പട്ടി ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. എല്ലാ വീട്ടിലും ഉണ്ട് ഒരു 1-2 പട്ടികൾ. അപ്പോൾ ഞങ്ങൾ പിന്നെയും നടന്നു. ഇഷു ബേബി കുറച്ച് നേരം സ്ട്രോളറിലൊക്കെ ഇരുന്നു. നമുക്ക് ഉറക്കം വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലേക്കൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് നടക്കുകയാണ്. സായിബ്രോയും ലക്ഷ്മിയൊക്കെ ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു ഫ്രെയിം വന്നു കേട്ടോ. എവിടെ നോക്കിയാലും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. ആ ലേക്കിലൂടെ ആണെങ്കിലും താറാവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെയും ഞങ്ങൾ നടന്നു. ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കും അറിയില്ല എന്തോരം പോകണം ഒക്കെ. അപ്പോൾ അമ്മയാണെങ്കിലും ആദ്യമായിട്ട് മെക്സിക്കോയിൽ വന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നടന്നു തുടങ്ങി. പക്ഷെ കുറച്ച് നടന്നപ്പോഴത്തേക്കും അമ്മ മടുത്തു. ഇതാ കാസിലോട്ടുള്ള വഴി ആരംഭിക്കുന്ന സ്ഥലമാണ് കേട്ടോ. കാസിലെത്തിയിട്ടില്ല. ആ മുകളിൽ കാണുന്നതാണ് കാസിലിൻ്റെ ഒരു ഭാഗം. അങ്ങനെ കുറേ നടന്ന് ഞങ്ങൾ കാസിലെത്തി. ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേരുണ്ടായിരുന്നു. അവിടെ വന്ന് ഞങ്ങൾ കുറേ ഫോട്ടോ എടുത്തു. കുറച്ച് മെക്സിക്കൻസിനെ പരിചയപ്പെട്ടു. അപ്പോൾ അവർക്ക് ഞങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കാൻ താല്പര്യം. ചിലർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ചിലർ നമുക്ക് കൊച്ചിനെയൊക്കെ എടുക്കുകയോ ഒക്കെ ചെയ്യും. ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുത്തു വീണ്ടും നടന്നു. ഒരു സ്കൂളിൽ നിന്നും കുറേ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അന്ന് അവിടെ. അങ്ങനെ ഞങ്ങൾ ഉള്ളിലോട്ട് കയറി. മുകളിലത്തെ നിലയിൽ നമുക്ക് പഴയ കുറേ രാജാക്കന്മാരുടെ രാജ്ഞിമാരുടെ കുറേ ഫോട്ടോസും അവരുപയോഗിച്ച അവരുടെ വസ്ത്രങ്ങൾ, അങ്ങനെ കുറേ പാത്രം, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റും. അവരുടെ ആഭരണങ്ങളും ഒക്കെ ഉണ്ട്. വളരെ ഭംഗിയാണത് കാണാൻ കേട്ടോ. ഈ കാസിൽ സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ഒരു 7600 അടി ഉയരത്തിലാണ്. ഒരു കാലത്ത് ഇത് മിലിറ്ററിയുടെ ഗൺ പൗഡർ വെയർഹൗസ് ആയിരുന്നു. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇവിടുത്തെ പ്രസിഡൻറ്റ്മാരുടെ ഒഫീഷ്യൽ റെസിഡൻസ് ആയിട്ട് യൂസ് ചെയ്തു. അതിനുശേഷം 1939 ഈ കാസിലൊരു മ്യൂസിയം ആയിട്ട് മാറിയത്. ഇപ്പോൾ ഇത് നാഷണൽ മ്യൂസിയം ഓഫ് ഹിസ്റ്ററി എന്ന പേരിൽ അറിയപ്പെടുന്നു. പിന്നെയും കുറച്ച് അതിനകത്തൂടെ നടന്നപ്പോൾ ഞങ്ങൾ പച്ച കളറുള്ള ഒരു ഡോറ് കണ്ടു. അപ്പം അമ്മയ്ക്കൊരാഗ്രഹം അതിൻ്റെ മുമ്പിൽ ഒരു ഫോട്ടോ എടുക്കണമെന്ന്. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇതതിൻ്റെ അകത്തെ ദൃശ്യങ്ങളാണ് കേട്ടോ.
ഒരു പ്രതിമ കണ്ടപ്പോൾ ഞങ്ങൾക്കും അതേ പോസിൽ ഫോട്ടോ എടുക്കാൻ തോന്നി. പിന്നെ ചെറിയ പല്ലക്കുകൾ, പീരങ്കി, യുദ്ധത്തിനായിട്ട് യൂസ് ചെയ്തിരുന്ന സാധനങ്ങൾ, പടച്ചട്ട, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് കാണാൻ പറ്റും. ഓൾസോ അവരുടെ ഓരോ റൂമുകൾ, അതിഥികൾക്കായുള്ള റൂം, ഫുഡ് കഴിക്കാൻ ഹാള്, ഡൈനിങ് റൂം, അങ്ങനെ പല പല റൂമുകൾ അവരിങ്ങനെ സെപ്പറേറ്റ്, അത് അന്ന് എങ്ങനെയാണോ അവർ യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇപ്പോഴും മേശയായാലും കസേരകളായാലും മറ്റ് ഫർണിച്ചറുകളായാലും എല്ലാം അതേപോലെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. അവിടെ വെച്ച് ഞങ്ങൾ ഒരു മെക്സിക്കൻ ഫാമിലിയെ കണ്ടു. അപ്പോൾ ആ ചേച്ചിക്ക് ഇഷു ബേബിയെ ഫോട്ടോ എടുക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. അവരുടെ കൂട്ടത്തിലൊരു കൊച്ചുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു അതിനെ കാണാൻ. മുഖത്തൊക്കെ ഫേസ് പെയിൻറ്റിങ് ഒക്കെ ചെയ്ത്, ഇവിടെ പിള്ളേർ അത് ചെയ്യുന്ന ഒരു കോമൺ ആയിട്ട് നമ്മൾ കാണുന്നൊരു കാര്യം. ഇപ്പോൾ ബർത്ത്ഡേ ഫംഗ്ഷൻ ആയാലും എല്ലാം ഒരു ഫേസ് പെയിൻറ്റിങ് എല്ലായിടത്തും കാണും. നമ്മളൊരു മേളിൽ ചെന്നപ്പോലും അവിടെ ആണെങ്കിലും ഫേസ് പെയിൻറ്റിങ് ചെയ്ത് കൊടുക്കും പിള്ളേരുടെ മുഖത്ത്. ഞങ്ങൾ ആ കൊച്ചിൻ്റെ കൂടെ ഇഷുബേബിയുടെ ഫോട്ടോ എടുത്തു. ഇതാ കൊച്ചിൻ്റെ അമ്മയാണ് കേട്ടോ. ആദ്യം കണ്ടത് അമ്മൂമ്മ. ഞങ്ങൾ കുറച്ച് നേരം വർത്താനം പറഞ്ഞ് ഞങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് ഞങ്ങൾ പരിചയപ്പെട്ടു. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരു ഫൗണ്ടൻ ഉണ്ട്. ഞങ്ങളത് കാണാനായിട്ട് പോവാണ്. പിന്നെ അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഇതൊരുപാട് ഹൈറ്റിലാണ് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് ആ സിറ്റിയുടെ ഒരു വ്യൂ കാണാം. എങ്കിലും അത്രയും സിറ്റിയുടെ നടുക്കാണെങ്കിൽ പോലും ഒരുപാട് മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ട് ഇതിനെ ചുറ്റിപ്പറ്റി. മെക്സിക്കോ സിറ്റി ട്രിപ്പിൻ്റെ പാർട്ട് 2 വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. സോ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.